ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ അന്തരാത്മാവിൽ എന്നോട് എൻ്റെ ദൈവം സംസാരിച്ചത് ഇപ്രകാരമാണ്: ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണുക. നിനക്ക് ലഭിച്ച പദവികൾ, നിനക്ക് ലഭിച്ച മാന്യതകൾ ഛേദമെന്ന് എണ്ണുമോ? അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ, ക്രിസ്തുവിനെ ലഭിക്കുമ്പോൾ, ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ എന്തെല്ലാം നിങ്ങൾക്ക് ലാഭമായിരുന്നോ അത് ഛേദമെന്ന് എണ്ണേണ്ടി വരും. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ധനങ്ങളെക്കാളും ഏറ്റവും വലിയ ധനം യേശുവാണ്. അതുകൊണ്ടാണ് മരിക്കുവാനും തയ്യാറായി നിൽക്കുന്നത്. നിന്ദയുടെ നടുവിൽ, പരിഹാസങ്ങളുടെ നടുവിൽ, ദൂഷ്യങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ യേശു മാത്രം സമ്പത്തെന്നെണ്ണി അവനെ അനുഭവിച്ചവർ ഈ ലോകത്തിൽ മുന്നേറുന്നത്. ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണുക. അതെ, ക്രിസ്തു എൻ്റെ ലാഭമാണ്, ക്രിസ്തു എൻ്റെ ധനമാണ്, ക്രിസ്തു എൻ്റെ മാന്യതയാണ്, ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയാണ്, ക്രിസ്തു എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണുവാൻ കഴിയുമോ? യേശുവിനെ പ്രതി അത് സംഭവിച്ചാൽ ജീവിതം ആനന്ദകരമാകും. അതാണ് പാട്ടുകാരൻ പാടിയത്: യേശു എൻ്റെ സമ്പത്താണ്, വേറെ ഒന്നും എൻ്റെ സമ്പത്തല്ല, യേശു മാത്രം. ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും യേശു നിൻ്റെ സമ്പത്തായിരിക്കട്ടെ. അതെ, യേശു നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും. ഗോഡ് ബ്ലസ് യു.